അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയുടെ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? നമുക്കറിയാം എന്താണ് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്താണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന് അദ്ദേഹം പൊതുവെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം, രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം, മൂന്നാമത്തേത് ലൈംഗിക വികാസ സങ്കല്പങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നതിൽ ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർന്നാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചത്. ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർന്നാണ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. എന്താണ്? ഈഗോ, സൂപ്പർ ഈഗോ. ഈഗോ അഥവാ അഹം, അതുപോലെ തന്നെ സൂപ്പർ ഈഗോ അഥവാ അത്യഹം എന്നിവ ചേർന്നാണ്. എന്ന് പറയുന്നത് എന്താണ്? സുഖതത്വമാണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ് ഈതെന്ന് നമ്മൾ പഠിച്ചത്. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അഥവാ സുഖതത്വമാണ് ഈത്. ഈഗോ എന്താണ്? യാഥാർത്ഥ്യബോധം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സൂപ്പർ ഈഗോ അഥവാ അത്യഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്മാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയും കണക്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ലഹരി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏതാണ്? ഓപ്ഷൻ സി അല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത് കേട്ടോ. ശ്വാസം എടുക്കുന്നതും പുറത്തിറങ്ങുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? നമുക്ക് എന്താണ് കൂടുതൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുറച്ച് ശ്വാസം എടുത്തിട്ട് വിടുകയൊക്കെ ചെയ്തു എന്താണ് ശ്വസന വിശ്രാന്തിയൊക്കെ കാണിക്കുവാണെങ്കിൽ എന്താണ് നമുക്കത് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആൻസർ ഏതാണോ? ഓപ്ഷൻ സി ആണ്. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ്? നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആത്മസാക്ഷാത്കാര ഘട്ടത്തിലാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? ശ്രേണി സിദ്ധാപരമായിട്ടുള്ള സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? അബ്രഹാം മാസ്ലോവ് ആണ് കേട്ടോ. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ അടങ്ങിയിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരത്തിലാണ് കേട്ടോ. ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്കണ്ഠ നമ്മൾ പഠിച്ചാണ് ആങ്സൈറ്റി എന്ന് പഠിച്ചാണ്. അപ്പം ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ് ആണോ? അല്ലല്ലോ. നമുക്കറിയാം ഭയം വേറെയാണ്, അതുപോലെ തന്നെ ആങ്സൈറ്റിയും വേറെയാണ് അഥവാ ഉത്കണ്ഠയും വേറെയാണ്. അപ്പോൾ ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? നമ്മളെ ഒരു പുലി ആക്രമിക്കാൻ വരുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? എന്താണ്? നമുക്ക് ഭയമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ നോക്കാം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്കണ്ഠയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എന്താണ്? നമ്മൾ ഭാവിയിൽ
ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കത്തില്ല. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഈ ഒരു ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം ഇതിനകത്ത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഹോവാർഡ് ഗാർഡനർ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം 9 വിഭാഗങ്ങളായിട്ടാണ് ബുദ്ധികളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. നമുക്ക് ഓരോന്ന് നോക്കി അങ്ങ് പോവാം, നോക്കി പോവാം. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. ഒന്നാമത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ്? സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ്. സംഗീതം ആസ്വദിക്കാനുള്ള കഴിവിനെ പറയുന്നത് ഏതാണ്? സംഗീതപരമായിട്ടുള്ള ബുദ്ധിയല്ലേ? അപ്പൊ അതാണോ? അല്ല. അപ്പൊ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ് എന്താണ്? കഴിവ് വരുന്നത് സംഗീതപരമായിട്ടുള്ള ബുദ്ധിയാണ് വരുന്നത്. ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ് വരുന്നതോ? ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ് വരുന്നത് യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധിയാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ പെരുമാറുന്നതിനുള്ള കഴിവ് വരുന്നത് ഏത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? ഏതാണ്? വ്യക്തിയാന്തര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതുമല്ല ആൻസർ വരുന്നത്. ഇത് വ്യക്തിയാന്തര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവാണ്. ഏത് ബുദ്ധിയാണ്? വ്യക്തിയാന്തര ബുദ്ധിയാണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അതിനകത്താണ് നമ്മൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, സഹവർദ്ധിത പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് വ്യക്തിയാന്തര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർപേഴ്സണൽ ഇന്റലിജൻസുമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് സ്വയം ആഴത്തിൽ മനസ്സിലാക്കാനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ ആണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവിനെയാണ് ആന്തരിക വൈയക്തികത ബുദ്ധി എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? വായനാക്കുറിപ്പ് തയ്യാറാക്കല്, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടല്, സംവാദങ്ങളിൽ ഏർപ്പെടല്, ചർച്ചകളിൽ പങ്കെടുക്കല്, ജേർണലുകൾ നിർമ്മിക്കൽ എന്നിവയൊക്കെ ആന്തരിക വൈയക്തികത ബുദ്ധിയുടെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണം അഥവാ സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം ആരുമായിട്ടാണ്? നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ആണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചാണല്ലോ എന്താണ്. അപ്പം മനോവിശ്ലേഷണം അഥവാ സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്രം സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. എന്താണ്? ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠയുടെ ലക്ഷണമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ്? ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റിയുടെ ലക്ഷണമാണ്. അടുത്ത ചോദ്യം, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹോവാർഡ് ഗാർഡനർ ആണ് ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, ആക്രമണോസ്തുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ആക്രമണോസ്തുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബദൂരയാണ് കേട്ടോ. ബദൂരയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബദൂരയാണ്. ആൽബർട്ട് ബദൂരയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആൽബർട്ട് ബദൂരയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എന്താണ്? ആക്രമണോസ്തുകത നിരീക്ഷണം അഥവാ അറ്റാക്കിംഗ് ടെൻഡൻസി. ആക്രമണോസ്തുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ എ ബദൂരയാണ് കേട്ടോ. ആൽബർട്ട് ബദൂരയാണ് ബോബോ പാവ പരീക്ഷണം നടത്തിയത്. ആൽബർട്ട് ബദൂരയാണ്. അതോടെ അറിഞ്ഞിരിക്കണേ, ബദൂരയുടെ പരീക്ഷണമാണ് ബോബോ പാവ പരീക്ഷണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രൻസീവ് മോട്ടിവേഷനിൽ പെട്ടത് ഏതാണെന്നാണ്. അപ്പൊ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏതാണ്? നമ്മൾ പഠിച്ചതാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ആണ്. അപ്പോൾ മോട്ടിവേഷനിൽ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. ആന്തരിക അഭിപ്രേരണയുണ്ട് അഥവാ ഇൻട്രൻസീവ് മോട്ടിവേഷൻ, അതോടൊപ്പം തന്നെ ബാഹ്യ അഭിപ്രേരണയുണ്ട് എക്സ്ട്രിൻസീവ് മോട്ടിവേഷൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏതാണെന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്, സമ്മാനം കിട്ടുന്നത്, പ്രശംസ, ആത്മസംതൃപ്തി. നമുക്കറിയാം ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പൂർണ്ണമായും ആത്മസംതൃപ്തിയോട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആന്തരിക അഭിപ്രേരണയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആത്മസംതൃപ്തിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്, സമ്മാനം കിട്ടുന്നത്, പ്രശംസ പിടിച്ചുപറ്റാൻ ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നമുക്ക് ഓരോ ബാഹ്യ കാരണങ്ങളാൽ ചെയ്യുന്നതാണ്. സമ്മാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്, സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ബാഹ്യ അഭിപ്രേരണയുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ സ്വയം തോന്നി ചെയ്യുന്നത്, അതായത് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആത്മസംതൃപ്തിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? ഇപ്പൊ എത്രാമത്തെ വട്ടമാണ് ഈ ഒരു ചോദ്യം വന്നതല്ലേ? അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഏതാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം. സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികമായ ആശ്വാസം. മാനസികമായ ആശ്വാസമാണോ? അല്ല. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അതാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഏകാഗ്രതയാണോ? അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പഠിച്ചു വെക്കണേ. അപ്പൊ താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം എന്താണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോകാം. നമ്മൾ ഡെയിലി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി, ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ നമുക്ക് മുമ്പ് വരുന്നുണ്ടല്ലോ. ഡിഗ്രി ലെവൽ പരീക്ഷ, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ VFA, അതുപോലെ തന്നെ LDC എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ആ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി PDF നോട്ട്സ്, അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്ക് 20ഉം 10ഉം മാർക്കും ഒക്കെയാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. ആ മുഴുവൻ മാർക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു പോകാൻ വെറും 200 രൂപയ്ക്ക്. അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ 60 മുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് ഈ ഒരു ബാച്ചിൽ. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി റിവിഷൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കറണ്ട് അഫയേഴ്സും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടുകൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടേ വരത്തുള്ളൂ. നമ്മൾ റെക്കോർഡ് സെക്ഷനെക്കാട്ടിൽ എന്തുകൊണ്ടും ബെറ്റർ അല്ല. നമുക്ക് ലൈവ് ഡിസ്കഷൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് ഇന്ററാക്റ്റീവായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം എന്താണെന്ന്. നമുക്ക് നോക്കാം. താഴ്ന്ന ഹൃദയമിടിപ്പാണോ? അല്ല. അസ്പഷ്ടമായ സംസാരമാണോ? അല്ല.
മന്ദഗതിയിലുള്ള ശ്വസനമാണോ? അല്ല. പകരം എന്താണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് കേട്ടോ, വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, 4-മത്തെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം എന്താണ്? നമ്മൾ പഠിച്ചാണ്. ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണമാണ് വർദ്ധിച്ച ഹൃദയമിടിപ്പ്. വർദ്ധിച്ച ഹൃദയമിടിപ്പ്. നമുക്ക് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി അഥവാ ആശങ്കയൊക്കെ തോന്നുമ്പോൾ എന്താണ്? നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അടുത്ത ചോദ്യം, ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡനർ ആണ്. നമ്മൾ എത്ര വട്ടം പഠിച്ചാണ് അല്ലേ? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡനർ ആണ്. അപ്പൊ 3-മത്തെയാണ് ആൻസർ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം, അതായത് മാസ്ലോയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശാരീരിക ആവശ്യമാണോ? അല്ല. സുരക്ഷ ആവശ്യമാണോ? അല്ല. സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യമാണോ? അല്ല. പകരം എന്താണ്? നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന ആവശ്യം എന്താണ്? ആത്മസാക്ഷാത്കാര ആവശ്യമാണ് കേട്ടോ. അപ്പൊ ആൻസർ ഏതാണ്? ആത്മസാക്ഷാത്കാര ആവശ്യമാണ്. അപ്പൊ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. എന്താണ്? മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏതാണ്? ആത്മസാക്ഷാത്കാര ആവശ്യമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ആരാണ്? ഓപ്ഷൻ ബി ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പഠിച്ചു വെക്കണേ. എത്രാമത്തെ വട്ടമാണ് ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി അഥവാ സ്പേഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? നമ്മൾ പഠിച്ചാണ്. ആർക്കാണ്? ഓപ്ഷൻ എ ശില്പികൾക്കാണ് കേട്ടോ. ശില്പികൾക്കാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി അഥവാ സ്പേഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? ശില്പികൾക്കാണ്. ശില്പികൾ. അടുത്ത ചോദ്യം, ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം എന്നിവ തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പേര് കേൾക്കുമ്പോഴേ അറിയാലോ എന്താണ്? പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, പാരിസ്ഥിതിക സമ്മർദ്ദം. അപ്പോൾ പഠിച്ചു വെക്കണം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. എന്താണ്? ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്നാണ് വെച്ചിരിക്കുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? ഇച്ഛാഭംഗമാണ് ഉണ്ടാകുന്നത് കേട്ടോ. നമുക്കറിയാം ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം വളരെ കൂടുതലായിട്ട് ആഗ്രഹിച്ച് പെട്ടെന്ന് കിട്ടാതെ വരുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇച്ഛാഭംഗം കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ബാഹ്യമായ ബഹുമതിക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? നമ്മൾ പഠിച്ചാണ്. ഏതുതരമാണ്? ഓപ്ഷൻ ബി ആണ്, ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇന്റൻസീവ് മോട്ടിവേഷൻ. അപ്പൊ ആന്തരിക അഭിപ്രേരണ, അതായത് വ്യക്തിപരമായ താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നത്, നമ്മുടെ എന്താണ് ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ സ്വയം തോന്നി ചെയ്യുന്നത് എന്താണ്? ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? നൃത്തം ചെയ്യുന്നവരിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ് കേട്ടോ. ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. എന്താണ്? ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ശാരീരിക ചലനപര ബുദ്ധിയാണ്. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്.
അടുത്ത ചോദ്യം, അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതു തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാമൂഹിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. പഠിച്ചു വെക്കണേ. അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏതു തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി, സാമൂഹിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഉത്കണ്ഠ എന്നാണ് കേട്ടോ. ഉത്കണ്ഠ, ആങ്സൈറ്റിയാണ്. ഉത്കണ്ഠ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠയാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഓരോ ഓപ്ഷൻസും നോക്കിപ്പോ ആന്തരിക അഭിപ്രേരണയാണ് സ്വയം തോന്നി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അധ്യാപകരുടെ നിർബന്ധ പ്രകാരം ചെയ്യുന്നു, ബാഹ്യ അഭിപ്രേരണയിലെ. അധ്യാപകരുടെ നിർബന്ധ പ്രകാരം ചെയ്യുന്നത് ബാഹ്യ അഭിപ്രേരണയാണ്. മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു, ബാഹ്യ അഭിപ്രേരണയാണ്. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു, അതാണ് എന്താണ്? ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ആന്തരിക അഭിപ്രേരണ. എന്താണ്? നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരത്തിന് വേണ്ടി പഠിക്കുന്നത് ബാഹ്യ അഭിപ്രേരണയാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണേ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് മാനസിക സമ്മർദ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. പഠിച്ചു വെക്കണം. ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, മാനസിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ, ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകം ആണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഈഗോ അല്ലേ? ഈഗോ അഥവാ അഹമാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെന്താണ്? ഇത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ്, സുഖതത്വമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അഥവാ സുഖതത്വമാണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അഥവാ സന്മാർഗിക തത്വം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് കേട്ടോ. സന്മാർഗിക തത്വം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. ഇത് സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, ഈഗോ യാഥാർത്ഥ്യ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്മാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ലൈംഗിക തീക്ഷ്ണതയെ പറയുന്നതാണ് ലിബിഡോ എന്ന് കേട്ടോ. പഠിച്ചു വെക്കണേ. ലിബിഡോ എന്താണ്? ഈദിന്റെ ലൈംഗിക തീക്ഷ്ണതയെ വിശേഷിപ്പിക്കുന്ന പേരാണ് ലിബിഡോ കേട്ടോ. ലിബിഡോ പഠിച്ചു വെക്കണേ. ഇത്രയും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പഠിച്ചു വെക്കണം. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. അടുത്ത ചോദ്യം, ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭയം, സംഘർഷം, ചിന്തയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഭയം, സംഘർഷം, ചിന്തയാണ്. അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് എന്താണ്? മോട്ടിവേഷൻ ആണ്. അപ്പോൾ മോട്ടിവേഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ്. അപ്പോൾ ഇത്രയും നാൾ നടന്ന നമ്മുടെ സൈക്കോളജിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ സൈക്കോളജിയുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ചാനൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇനി സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സൈക്കോളജിയുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരള ജയിൽ വകുപ്പിൻ്റെ ക്ലാസ്സും സൈക്കോളജി ക്ലാസ്സിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാക്സിമം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ബാക്കിയുള്ള ഈ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ.